ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയ എന്ന് പറയുന്ന വാക്ക് ഒരു വിചിത്രമായ വാക്കാണ്. അതിനെ നമുക്ക് ഭാഷാപരമായി നോക്കാം, ഖുർആനികപരമായിട്ടും നോക്കാം. അപ്പോൾ ഖുർആനിൽ ആയ എന്ന് പറയുന്നത് ആയാത്ത് ബയ്യിനാത്താണ്. അതോടൊപ്പം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് ഈസാ അലൈഹിസ്സലാം തന്നെ ഒരു ആയത്താണ് എന്ന് പറയുന്നുണ്ട്. വലിനജ്അലക ആയത്തൽ ലിന്നാസ്, അതായത് ഈസാ അലൈഹിസ്സലാം തന്നെ ഒരു ആയത്താണ് എന്നാണ് പറയുന്നത്. അതുപോലെ ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലീൻ, അതായത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിലും അവരിൽ തന്നെ ആയാത്തുണ്ട് എന്നാണ് പറയുന്നത്. അതായത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ ചരിത്രത്തിലും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ ആ ചരിത്രത്തിലും ആയാത്തുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രവാചകനിലൂടെയും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെയും നമുക്ക് ആയാത്ത് ലഭിക്കാനുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ, അതായത് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ മോശമായ ക്യാരക്ടറാണ്. അത്രയും മോശമായ ആ സഹോദരങ്ങളുടെ പെരുമാറ്റത്തിലും അവരുടെ ചരിത്രത്തിൽ മൊത്തത്തിലും ആയാത്തുകളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് ആയാത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബുക്കിലുള്ളത് മാത്രമല്ല. ആയാത്ത് എന്ന് പറയുന്നത് ഖുർആനിൽ പറയപ്പെടുന്ന ആ ഒരു ചരിത്രത്തിൽ ആയാത്തുണ്ട്, അവരുടെ ആ എക്സ്പീരിയൻസിൽ ആയാത്തുണ്ട്, അതിൽ പറയുന്ന വ്യക്തിത്വങ്ങളിൽ ആയാത്തുണ്ട്, അതുപോലെ പർവ്വതങ്ങളിൽ ആയാത്തുണ്ട്, അതുപോലെ മരങ്ങളിൽ ആയാത്തുണ്ട്. മാത്രമല്ല നമ്മളെ ശരീരം എന്നതിൽ ആയാത്തുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളിൽ ആയാത്തുണ്ട്, ശരീരത്തിൻ്റെ അകത്തുള്ള ഹൃദയത്തിലും ഉണ്ടാകുന്ന ഫീലിങ്സിൽ ആയാത്തുണ്ട്. അതായത് സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, അതായത് നമ്മളെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിലൊക്കെ ആയാത്തുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളെ ഉറക്കം എന്നുള്ളത് ആയാത്താണ്, നമ്മൾ ഉറങ്ങി എണീക്കുന്നത് ഒരായാത്താണ്. കല്യാണം, അതായത് വിവാഹബന്ധം ഒരായാത്താണ്. ഇണകൾ തമ്മിലുള്ള സ്നേഹം എന്നുള്ളത് ആയാത്താണ്. അതുപോലെ അള്ളാഹു നമുക്ക് എത്തിച്ചു തന്ന ഈ ഖുർആനിൽ ആയാത്തുണ്ട്. അതുകൂടാതെ ഈ ഭൂലോകത്ത് എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ മൊത്തത്തിൽ ആയാത്ത് ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് എല്ലാ റിയാലിറ്റിയും, അതായത് എല്ലാ യാഥാർത്ഥ്യവും, എല്ലാ സത്യവും, എല്ലാ ഹ്യൂമൻ എക്സ്പീരിയൻസ്, അതായത് മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങളിലും ആയാത്തുണ്ട്. അതായത് എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതിലൊക്കെ ആയാത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ അധികവും ചോദിക്കേണ്ട ചോദ്യം എന്തൊക്കെയാണ് ആയാത്ത് എന്നല്ല, എന്താണ് ആയാത്തല്ലാത്തത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. നമുക്ക് ചുറ്റുള്ളതും നമുക്ക് പുറമേ ഉള്ളതും എല്ലാം ആയാത്താണ്, മാത്രമല്ല നമ്മളുടെ അകത്തുള്ളത് പോലും ആയാത്താണ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ബോധ്യമായിട്ടുണ്ടാവും നമ്മൾ ഈ വചനം, വാക്യം എന്നൊക്കെ പറയുന്നത് ആയാത്ത് എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നത് എത്രമാത്രമാണ് എന്നുള്ളത്. വളരെ ലിമിറ്റഡാണ്. അതായത് ആയാത്ത് എന്നുള്ളത് എത്ര വിശാലമായതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് വദ്ദാരിയാത്തി ദർവ, കാറ്റ് വീശപ്പെടുമ്പോൾ എന്നുള്ളത്. നമ്മളിപ്പോൾ പുറത്തൊന്ന് ചെറുതായിട്ട് പോയി നിന്നതിനാൽ ഒരു ഇളം കാറ്റ് നമ്മളെ മുഖത്തേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ വീശി ഒന്ന് ഓടിച്ചു പോകുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ആ ഒരു ഇളം കാറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഈ ആയത്തിൻ്റെ തഫ്സീറായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് ആ ഒരു എക്സ്പീരിയൻസാണ് ഈ ആയാത്തിൻ്റെ തഫ്സീർ. അതായത് ഈ ആയാത്തിൻ്റെ ശരിയായ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ തഫ്സീർ. അത് ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ട വിഷയമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. അതുപോലെ തന്നെ മറ്റൊരായത്തായ അവലം യറൗ ഇലത്തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിൽന, അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷിയുടെ നേർക്ക് അവർ നോക്കിയില്ലേ. ഇതിലെവിടെയാണ് ആയാത്തുള്ളത്? നമുക്ക് എന്ന ഗ്രന്ഥം നമ്മൾ കാണുന്നതിലൂടെ നമുക്ക് കിട്ടുമോ? അതല്ല നമ്മൾ പുറത്തു പോയി ആകാശത്ത് ഒരു പക്ഷിയെ നോക്കിയാൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണോ ആയാത്ത് എന്ന് പറയുന്നത്? രണ്ടിലും നമുക്ക് കിട്ടും. ഒരു ഖുർആനിലുള്ളത് ആയാത്തുകളാണ്. മാത്രമല്ല നമ്മൾ പുറമേ നിന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താലും അതിനെ ആയാത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ നോക്കിയത് ഖുർആനികപരമായിട്ട് ആയ എന്ന വാക്കിൻ്റെ
വിശദീകരണമായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഭാഷാപരമായിട്ടാണ്. അതായത് ആയ എന്നുള്ള വാക്കിന്റെ റൂട്ട് ലെറ്റേഴ്സ്, ഹംസ, യാ എന്നതാണ്. ഇപ്പൊ ആയ എന്ന വാക്കിന് മറ്റർത്ഥങ്ങളുണ്ട്. അതായത് അതിൽ ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ അറബികൾ പറയായിരുന്നു ഹറജൽ ഖൗമു ബി ആയാത്തിഹിം, അതായത് ജനങ്ങൾ മൂല്യമുള്ളവ കൊണ്ട് കടന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതായത് അറബികൾ യാത്രയിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുകയും ആ തമ്പടിച്ച സ്ഥലത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റ് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ, അതായത് മൂല്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പിന്നീട് യാത്ര തുടരുക. ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ യാത്ര തിരിക്കുക. അപ്പോൾ പിന്നീട് വരുന്ന യാത്രക്കാർ അവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റും ആവശ്യമില്ലാത്തതൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും മുമ്പ് വന്നവർ ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് കടന്നുപോയി എന്നുള്ളത്. അതാണ് ഹറജൽ ഖൗമു ബി ആയാത്തിഹിം എന്ന് പറഞ്ഞത്. അപ്പോൾ ആയ എന്ന വാക്കിൻ്റെ ഒരർത്ഥം വരുന്നത് മൂല്യമുള്ളവ എന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ റിയാലിറ്റിയും എല്ലാ യാഥാർത്ഥ്യവും ആയ എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മളെ അകത്തുള്ളതും ഒക്കെ മൂല്യമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാണ് ഈ ഒരു അർത്ഥത്തിലൂടെ. അപ്പോൾ ഈ ആയ എന്നുള്ള വാക്ക് എന്തൊരു അത്ഭുതകരമായ വാക്കാണല്ലേ, നമ്മളതൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ ആയ എന്നുള്ള വാക്കിൽ നിന്ന് രണ്ടാമത് വരുന്ന ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്നുള്ള വാക്കാണ്. അതായത് ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുക, എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, അതിനാണ് ഐ എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മൂന്നാമത് പറയുകയാണെങ്കിൽ ഐ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് അൽ ജിഹ എന്നുള്ളതാണ്. അൽ ജിഹ എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അർത്ഥം വരുന്നുണ്ട് ആയ എന്ന വാക്കിന്. അതായത് ഒരായത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടം ജനങ്ങൾ തമ്പടിച്ച് അവിടുന്ന് യാത്ര ചെയ്ത് പോയ ആ ദിശയാണ് ഈ ഒരു അർത്ഥം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു തമ്പടിച്ച ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ യാത്ര ചെയ്ത് പോയ ആ ദിശ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് ഈ അൽ ജിഹ എന്നുകൊണ്ട് അർത്ഥം വെക്കുന്നത്. അപ്പോൾ ഏതൊരു ആയത്ത് നമുക്ക് കാണിച്ചു തരുന്ന ദിശ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് വിരൽ ചൂണ്ടി കാണിച്ചു തരുന്നത്. ഓരോ ആയത്തും ഏതെടുത്ത് നോക്കിയാലും നമുക്ക് അള്ളാഹുവിലേക്ക് തന്നെയാണ് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഈ അൽ ജിഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആയ എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥം വരുന്നത് അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം എന്നുള്ള രീതിയിലാണ്. തഅജ്ജുബ് എന്നാണ് അറബി വാക്ക് പറയാം. അപ്പം തഅജ്ജുബ് എന്നുള്ളത് ഇപ്പം നമ്മൾ വിശ്വാസികൾക്ക് എന്ത് കാണുമ്പോഴും ഈ അള്ളാൻ്റെ സൃഷ്ടിപ്പിൽ എന്ത് കാണുമ്പോഴും നമുക്ക് അത് ആയത്തായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഒരത്ഭുതമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും അത് എത്ര ചെറുതായാലും വലുതായാലും എന്ത് തന്നെയായാലും ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുക. പക്ഷെ മറ്റ് വിശ്വാസികളൊക്കെ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ആ ആകാശം കാണാൻ എന്തൊരു രസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു അത്ഭുതവും അതിൽ അനുഭവപ്പെടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പൊതുവെ അനുഭവിക്കാറുള്ള വിഷയങ്ങളുമാണ്. നമ്മളിപ്പോൾ ആരോടെങ്കിലും ഈ മറ്റ് വിശ്വാസികളോടൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ ആ ഒരു വില കാണിക്കാത്ത രീതിയിൽ അവർ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പൊതുവെ ആയത്തുകൾ എന്നുള്ളത് ഈ ഒരു അർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആയ എന്നതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് അന്നിദ വത്തൻബീഹ് എന്നാണ്. അതായത് നമ്മളെ മാടി വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ എന്നുള്ള ആ ഒരു അർത്ഥവും കൂടി ഈ വാക്കിൽ വരുന്നുണ്ട്. അപ്പം എല്ലാ ആയത്തും നമ്മളെ ഒരു വിളിക്കുകയാണ്, ഒരു ശ്രദ്ധ നമ്മളിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പം നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളതിലും യാ അയ്യു ഉണ്ടല്ലോ, അയ്യു എന്നുള്ള ആ വാക്ക് ഈ ആയ എന്ന വാക്കിൻ്റെ ആ ഒരു ഭാഗമാണ്, ഒരു റൂട്ടാണത്. അത് നമ്മളെ വിളിക്കുകയാണ്. ഓരോ യാ അയ്യുഹല്ലദീന ആമനു അല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന കഫറു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതിൽ ശരിക്ക് നമ്മളെ വിളിക്കുന്ന രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ ഐ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ ആയത്തുകളും നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അന്നിദ വത്തൻബി എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഈ എന്നുള്ള വാക്കുണ്ട്. ഈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് തീർച്ചയായും, അതായത് നമ്മൾ യെസ് എന്നുള്ള പറയുമ്പോൾ അതേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറബി വരാറ് സാധാരണ എന്നുള്ള ആ വാക്കൊക്കെയാണ്. അപ്പോൾ ഈ ഉപയോഗിക്കുന്നത് നമ്മൾ തീർച്ചപ്പെടുത്തിയിട്ടൊരു കാര്യം പറയുമ്പോഴാണ്. തീർച്ചയായും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട്, അതായത്
ദൃഢവിശ്വാസം കൂട്ടി അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആനിൽ തന്നെ ആയാത്തുകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി ആയാത്തുൽ ലിൽ മുഅ്മിനീൻ. അതായത് ആകാശഭൂമികളിൽ തന്നെ വിശ്വാസികൾക്ക് ആയാത്തുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് തീർച്ചപ്പെടുത്തുന്ന ദൃഢവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ആയാത്തുകൾ ഈ ഖുർആനിന് പുറമെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹ് വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വരുന്ന ഐ എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത് അർത്ഥം എന്ന് തന്നെയാണ്. അതായത് എല്ലാ ആയാത്തിനും വെറും മൂല്യം മാത്രമല്ല, അത് അർത്ഥവത്തായതാണ് എന്നുള്ളതാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു വിശ്വാസിയായ ആൾക്കാർക്ക് ഈ ജീവിതം ഒരു അർത്ഥമില്ലാത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനൊരു അർത്ഥമില്ല, ഒരു കാര്യമില്ല എന്നൊക്കെ. പക്ഷേ ഈ ഐ എന്നുള്ള വാക്കിൽ തന്നെ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ ആയത്തുകളും ഈ അർത്ഥവത്തായതാണ് എന്നതാണ്. അതുപോലെ വരുന്ന മറ്റൊരർത്ഥമാണ് തഅയ്യ. അതായത് തഅയ്യ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്നുള്ള രീതിയിലൊക്കെ വരുന്ന അർത്ഥത്തിനാണ് ഈ തഅയ്യ എന്ന് പറയുന്നത്. ഏതൊരായത്തും നമുക്കൊരു ഉദ്ദേശത്തെ ഉണ്ടാക്കി തരികയും അത് പ്രചോദിപ്പിക്കുകയും ആ ഒരു ഉദ്ദേശം നമുക്ക് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു വഴികാട്ടിയുമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. തന്നെ മറ്റൊരർത്ഥം പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ള ആയ എന്ന വാക്കിൻ്റെ അർത്ഥം അടയാളങ്ങൾ എന്നാണ്. അലാമ എന്നാണ് അറബിയിൽ പറയുക. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ആയത്തിന് ഒരു വചനം അല്ലെങ്കിൽ വാക്യം എന്നൊന്നും നമുക്കൊരിക്കലും വിളിക്കാനോ പറയാനോ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആയ എന്നുള്ള വാക്കിനെ നമുക്ക് ആകെ വിളിക്കാൻ പറ്റുന്നത് ഒരു ആയ എന്ന് തന്നെയാണ്.